പണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രാട്ടോ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്താലാ, എന്തൊക്കെ ചെയ്തു കൊടുത്താലാ അവർ സന്തോഷാവുക. അങ്ങനെ ഓരോ ചിന്തകളായിരിക്കും ട്ടോ ഓരോ ദിവസവും. ഇപ്പൊ കാലം മാറുന്തോറും ആൾക്കാരും മാറിട്ടോ. എല്ലാവരും അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രാട്ടോ ജീവിക്കുന്നത്. ഒരു കണക്കിന് അതാട്ടോ നല്ലത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മറന്നു പോകും ട്ടോ. എല്ലാവരും പറയും യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് ഭയങ്കരമായ സന്തോഷം കിട്ടും. നമ്മളെ മൈൻഡ് റീഫ്രഷ് ആവും. സത്യാട്ടോ. ഞാനിപ്പോൾ കുറേയേറെ യാത്രകൾ ചെയ്യുന്നോണ്ട് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷങ്ങളാട്ടോ. പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഓരോന്ന് ഓർത്തപ്പോൾ പറഞ്ഞു പോയതാട്ടോ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ നടന്ന് നടന്ന് പോവാട്ടോ. ഏട്ടൻ പറഞ്ഞു കുറേ സ്ഥലങ്ങളുണ്ട് മുന്നോട്ട് കാണാനെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണേ. അങ്ങനെ ഞങ്ങളും പുറകിൽ പോവാട്ടോ. അപ്പോഴാണ് 2 ചേച്ചിമാർ വെള്ളമൊക്കെ ചുമന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നേ. അപ്പോഴാ ഏട്ടൻ പറഞ്ഞത് എൻ്റെ കൂടെ പഠിച്ചവരാണെന്ന്. അങ്ങനെ അവർക്ക് ഏട്ടനെയും മനസ്സിലായി, ഏട്ടൻക്ക് അവരെയും മനസ്സിലായി ട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് അവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ പന്തലൊക്കെ കെട്ടി കളിക്കുന്നുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നേ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പന്തലൊക്കെ കെട്ടി കുറേ കളിച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ട്ടോ. തേജു ആണെങ്കിൽ അടുത്ത് പോയി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ട്ടോ. തേജു ആണെങ്കിൽ ഇങ്ങനത്തെ കളിയൊന്നും കളിച്ചിട്ടേ ഇല്ലേ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് പോന്നു ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബായ്.